സാറേ ഈ വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ മൂത്രത്തിക്കൽ ഉണ്ടാവുന്ന ഇങ്ങനെ കേൾക്കുന്നു സാർ. അതിനകത്ത് എന്താ സാറിന്റെ വാസ്തവം? അത് വളരെ ശരിയാണ്. അതായത് മൂത്രത്തിൽ കല്ല് വരാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വെള്ളം കുടിയുടെ അളവ് കുറയുക. അതായത് ഒരു ദിവസം മിനിമം 2.5 ലിറ്റർ മൂത്രമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന അളവിൽ വെള്ളം കുടിക്കണം. അതായത് നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ വിയർക്കുന്ന സ്വഭാവവും നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചാണ് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായി വിയർക്കുന്ന ഒരാളാണെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടി വരും. അധികം വിയർക്കുന്നില്ലെങ്കിൽ 2.5 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ അത്രയും വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ വൃക്ക ഫിൽട്ടർ ചെയ്ത് മൂത്രമായിട്ട് കളയുന്നു. അതിലൂടെ പോകുന്നതാണ് നമ്മൾ വെള്ളം കൂടി അളവ് കുറയുമ്പോൾ ആ മാലിന്യങ്ങൾ തന്നെയാണ് കല്ലായി രൂപപ്പെട്ട് കിഡ്നിയിൽ അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ കല്ല് അടിഞ്ഞുകൂടാതെ അത് മൂത്രത്തിലൂടെ അങ്ങ് പോകുന്നു. രണ്ടാമതായിട്ടുള്ള കാരണം നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നമുക്ക് ഈ കല്ലുണ്ടാവാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങളുടെ അളവ് കൂടുന്നു. അതായത് കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നു, ഓക്സലേറ്റിൻ്റെ അളവ് കൂടുന്നു, യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നു. ഇത് കൂടാതെ നമുക്ക് വീണ്ടും വീണ്ടും മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ഒരാൾക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ സ്റ്റോണും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൂടുന്നത് എങ്ങനെയാണ്? നമ്മൾ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ഒരാൾക്ക് യൂറിക് ആസിഡ് സ്വാഭാവികമായി കൂടും. ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാത്ത ഒരാൾക്ക് യൂറിക് ആസിഡ് സ്വാഭാവികമായിട്ട് കൂടും. ഈ അവസ്ഥയിൽ വെള്ളം കൂടി കുറയുമ്പോൾ ആൾക്ക് കല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.